ഒട്ടും പ്രതീക്ഷയില്ലാതെ ഒരാളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് അറ്റ് ലാസ്റ്റ് രക്ഷപ്പെട്ടിട്ട് പിന്നീട് സംസാരിച്ചിട്ടുള്ള ഇൻസിഡൻസ് ഉണ്ടോ? ഒരുപാടുണ്ട്. ഞാനിവിടെ പാലാരിവട്ടത്ത് ഒരു ആക്സിഡന്റ് ഉണ്ടായിരുന്നു. ഒരു കഴിഞ്ഞ കൊല്ലം അത്. അപ്പം ഒരു പയ്യൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വരികയാണ്, ഒരു അപ്പൂപ്പൻ ഇതുവഴി വരികയാണ്. അപ്പം ഇവർ തമ്മിൽ കൂട്ടിയിടിച്ചതാണ്. കൂട്ടിയിടിച്ചിട്ട് ഈ അപ്പൂപ്പൻ ബോധരഹിതമായി പോയി. ഇവന് ബോധമില്ല, ആള് അനങ്ങുന്നില്ല. അപ്പം ഈ പയ്യൻ്റെ ഇവിടെയൊക്കെ പൊട്ടിയിട്ട് ഇവിടെ എല്ലാം പൊട്ടിയേക്കുക. അപ്പം ഞാൻ പെട്ടെന്ന് ഇതിന് തൊട്ടപ്പുറത്ത് എൻ്റെ വണ്ടി കിടക്കണം. അപ്പം ഞാൻ പെട്ടെന്ന് വണ്ടി എടുത്ത് ഈ അപ്പൂപ്പനെ സ്ട്രെച്ചറിൽ കിടത്തിയിട്ട് ഈ പയ്യനെ സൈഡ് സീറ്റിൽ ഇരുത്തി. എന്നിട്ട് അവിടുത്തെ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ട് കയറ്റി. അപ്പോൾ അപ്പൂപ്പനെ അന്നേരം തന്നെ ആ എടുത്ത പുള്ളിക്കാരനെ അന്നേരം തന്നെ ഒരു വെന്റിലേറ്ററിലാക്കി. അപ്പോൾ പുള്ളിക്കാരൻ തിരിച്ചു വരുമെന്ന് യാതൊരു ഉറപ്പില്ലാത്തൊരവസ്ഥയിലാണ് പുള്ളി കിടന്നിരുന്നത്. അനക്കമൊന്നുമില്ല, എത്ര വിളിച്ചിട്ടും ആൾ അനങ്ങുന്നില്ല, ഒരു റെസ്പോണ്ട് ചെയ്യുന്നില്ല. പിന്നെ പയ്യൻ്റെ കാര്യത്തിൽ പിന്നെയും കുറച്ച് പ്രതീക്ഷ ഉണ്ടായിരുന്നു. പിന്നെയും വർത്തമാനം പറയുന്നില്ലെങ്കിലും ആംഗ്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ട് ഒരു കേസ് എടുക്കാൻ ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴത്തേക്ക് ഈ അപ്പൂപ്പൻ എണീറ്റ് മറ്റേ സ്ട്രക്ചറിൽ ഇന്നിങ്ങനെ പോവാ. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്നെ ഓർമ്മയുണ്ടോയെന്ന് ചോദിച്ചു. അപ്പോൾ എന്നെ ഇങ്ങനെ നോക്കിയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനാണ് കൊണ്ടുവന്നതെന്ന് പറഞ്ഞു. അപ്പോൾ കൂടി നിന്നവർക്ക് ഭയങ്കര സന്തോഷമായി. പിന്നെ ആ പയ്യൻ ആ പയ്യൻ കിടന്ന വാർഡിൽ തന്നെ കേസെടുക്കാൻ പോയത്. അവിടെ ചെന്നപ്പോഴത്തേക്ക് ആ പയ്യൻ എന്നെ നോക്കിയിട്ട് ഹൈ കാണിച്ച്, കുഴപ്പമൊന്നുമില്ല, അങ്ങനെയൊക്കെയുള്ള കേസുകൾ കുറച്ചൊക്കെ ഉണ്ട്.